ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജാവ് വലിയ ഭക്തനായിരുന്നു. അതിനാൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ തന്നെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നും ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയത്തിന്റെ പടികളിലിരിക്കുന്ന 2 ഭിക്ഷക്കാരെ അദ്ദേഹം കാണാറുണ്ടായിരുന്നു. അവരിൽ ഇടതുവശത്തുള്ള യാചകൻ കൈകൾ ഉയർത്തി എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം തേടിയിരുന്നു. അയ്യോ ദൈവമേ, ഈ രാജാവിനെ ധാരാളം സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചതുപോലെ എന്നെയും കുറച്ച് സമ്പത്ത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ വലതുവശത്തുള്ളവനാകട്ടെ, അല്ലയോ രാജാവേ, അങ്ങയ്ക്ക് ധാരാളം സമ്പത്തുള്ളതുകൊണ്ട് അല്പം എനിക്ക് പങ്കുവെച്ച് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് രാജാവിനോട് സഹായം അഭ്യർത്ഥിക്കുമായിരുന്നു. ഇത് ശ്രദ്ധിച്ച രാജാവിന് ഒരിക്കലൊരു ചിന്ത തോന്നി. ഒരാൾ ദൈവത്തിന്റെ ദയയിലും മറ്റേയാൾ തന്റെ ദയയിലുമാണ് വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തന്നിൽ വിശ്വസിച്ച യാചകനെ പരീക്ഷിക്കുവാനും സഹായിക്കുവാനുമായി രാജാവ് മന്ത്രിയെ വിളിച്ച് സ്വർണ്ണ നാണയങ്ങൾ അടിയിലൊളിപ്പിച്ച നല്ല ഭക്ഷണം അവന് ഉണ്ടാക്കി നൽകാൻ നിർദ്ദേശിച്ചു. മന്ത്രി ഒരു പാത്രത്തിൽ നിറയെ ഭക്ഷണം ഉണ്ടാക്കി വലതുവശത്തെ യാചകന് നൽകി. അതിൽ സ്വർണ്ണ നാണയങ്ങളും ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാജാവ് നിങ്ങൾക്കായി അയച്ചു തന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. യാചകൻ സന്തോഷത്തോടെ അത് വാങ്ങി കഴിക്കാൻ തുടങ്ങി. അവൻ പകുതി കഴിച്ച ശേഷം ബാക്കി ഇടതുവശത്തെ യാചകന് കൊടുത്തു. ആ യാചകൻ ശാന്തനായി പുഞ്ചിരിച്ചത് സ്വീകരിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വൈകുന്നേരം ആ ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിന്റെ അടിയിൽ തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അവൻ കണ്ടെത്തി. അന്നു മുതൽ അയാൾ യാചന നിർത്തി ദിവസവും ക്ഷേത്രത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാജാവ് ദേവാലയത്തിലെത്തിയപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചവനെ സന്തോഷവാനായും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവനായും തന്നിൽ വിശ്വസിച്ചവനെ വെറും കൈയോടെയും കണ്ട് ആശ്ചര്യപ്പെട്ടു. രാജാവ് വലതുവശത്തെ യാചകനോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഈ സമ്മാനം നിങ്ങൾക്ക് വേണ്ടി അയച്ചതായിരുന്നു, പക്ഷേ അത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവന്റെ അടുക്കിലേക്ക് എത്തി. ഒരാൾക്ക് വിധിച്ചിട്ടുള്ളത് എപ്പോഴും അവരിലേക്ക് എത്തിച്ചേരും. ശരിയാണ്, നാം ആശ്രയം വെക്കേണ്ടത് മനുഷ്യരിലല്ല, മറിച്ച് ദൈവത്തിലാണ്. കാരണം ജീവിതത്തിൽ എത്രയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും യഥാർത്ഥത്തിൽ നമുക്ക് അർഹതപ്പെട്ടത് നമ്മളിൽ തന്നെ എത്തിച്ചേരണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചേ മതിയാകും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് യിരെമ്യാവ് 17:7 പറയുന്നു. നമുക്ക് ആശ്രയം മനുഷ്യരിലല്ല, ദൈവത്തിലാണ് വേണ്ടത്. അപ്പോൾ ആറ്റരിയിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ വളരുവാൻ നമുക്ക് സാധിക്കും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.